ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺ സീറ്റ്സ് മീ ജൂലിയ. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഡി ടെലികോം എന്ന് പറഞ്ഞൊരു വെബ്3 പ്രോജക്റ്റിനെ കുറിച്ചിട്ട് പറയാനാണ്. സോ നമ്മുടെ വീഡിയോ അതാണ്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക. തൊണ്ടയ്ക്ക് നല്ലൊരു ഇൻഫെക്ഷൻ ഉണ്ട്. സോ അതുകൊണ്ടാണ് എനിക്ക് സൗണ്ടിനൊരു ബുദ്ധിമുട്ടുള്ളത്. സംസാരിക്കാനൊക്കെ 2 ദിവസം മുമ്പ് വരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഡി ടെലികോം എന്ന് പറഞ്ഞ പ്രൊജക്റ്റിനെ കുറിച്ച് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് പ്രൊജക്റ്റ് എന്താണെന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കാം. സോ ഡി ടെലികോം എന്ന് പറയുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആണ്. അതായത് സൂം പോലെയുള്ള, നമ്മുടെ സൂം, ഗൂഗിൾ മീറ്റ് ഇതുപോലെയുള്ള സെൻട്രലൈസ്ഡ് സെർവേഴ്സ് ഉപയോഗിക്കുന്നതിന് പകരം ബ്ലോക്ക് ചെയിൻ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് സൊളാന ബ്ലോക്ക് ചെയിനിലാണ്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ട്രാൻസാക്ഷനും ലോ ഫീസും ആണെന്നാണ് അവർ പറയുന്നത്. ഡി ടെലികോം എന്ന പ്രൊജക്റ്റ് 3 പ്രധാന വിഭാഗങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഒന്നാമത്തത് ഡെവലപ്പേഴ്സ് ആണ്. വോയിസ്, വീഡിയോ, ലൈവ് സ്ട്രീമിംഗ് പോലുള്ള ആപ്സ് ബിൽഡ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു നെറ്റ്വർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സാധാരണ ഇത്തരം ആപ്സ് ഒക്കെ പ്രവർത്തിപ്പിക്കാനായിട്ട് നമ്മൾ സെൻട്രലൈസ്ഡ് സെർവേഴ്സ് റെൻറ്റ് ചെയ്യാനായിട്ട് വരിക. സോ അതിന് നമ്മൾ നല്ല രീതിയിലുള്ള ചിലവുണ്ടാവും. എന്നാൽ ഡി ടെലികോം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഡീസെൻട്രലൈസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചാൽ സെർവർ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നതാണ്. ഇനി രണ്ടാമത്തെ വിഭാഗം നോഡ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഇവർ അവരുടെ ഇൻ്റർനെറ്റ് ബാൻഡ്വിഡ്ത്ത് ഷെയർ ചെയ്ത് നെറ്റ്വർക്ക് പ്രവർത്തിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. അതായത് വീഡിയോ കോൾസ്, വോയിസ് ഡേറ്റ എന്നിവയൊക്കെ നെറ്റ്വർക്ക് വഴി പാസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. അതാണ് അവരുടെ റോൾ എന്ന് പറയുന്നത്. സോ ഇതിന് റിവാർഡായിട്ട് ഡീറ്റെയിൽ എന്ന് പറയുന്ന ടോക്കൺ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെയാണ് അവരുടെ പ്രൊജക്റ്റ് പറയുന്നത്. ഈ ഒരു പ്രൊജക്റ്റ് പറയുന്നത് ഇത് ഡീപിൻ മോഡലാണ്. അതായത് പീപ്പിൾ പവേർഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയാം. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഊബർ കാർ സർവീസൊക്കെ വിളിക്കില്ലേ. സോ ഈ ഒരു സർവീസിൽ വരുന്ന കാർ എന്ന് പറഞ്ഞാൽ കാർ കമ്പനീസിൻ്റെ ഉടമസ്ഥയിലായിരിക്കത്തില്ല, ഡ്രൈവേഴ്സ് ഓൺ ആയിരിക്കും അല്ലേ. അതേപോലെ തന്നെ ഇവിടെ സെർവേഴ്സ് കമ്പനിയുടേതല്ല, യൂസേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവയാണ്. ഇത്രേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ആൻഡ് മൂന്നാമത്തത് കമ്മ്യൂണിറ്റിയാണ്. യൂസേഴ്സിന് നെറ്റ്വർക്ക് ജോയിൻ ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഗവേണൻസിൽ വോട്ട് ചെയ്യാം, എക്കോസിസ്റ്റം വളർച്ചയിൽ ഒരു പങ്കാളിയാവാം. സോ ഫ്യൂച്ചറിൽ എയർ ഡ്രോപ്പ് അല്ലെങ്കിൽ റിവാർഡ് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. പിന്നെ ഇതിൽ AI ഫീച്ചേഴ്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലൈക്ക് റിയൽ ടൈം ട്രാൻസാക്ഷൻ, നോയ്സ് സപ്രഷൻ, എക്കോ ക്യാൻസലേഷൻ, ട്രാഫിക് ഒപ്റ്റിമൈസേഷൻ എന്നിവ പോലെ. സോ വെബ്സൈറ്റ് പ്രകാരം 24,000+ മീറ്റിംഗ്സ് അവർ ഇതുവരെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. 12 മില്യൺ മിനിറ്റ്സ് യൂസേജ് ഉണ്ട്. അതേപോലെ തന്നെ 2,000+ ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ടെന്ന് തന്നെയാണ് അവരുടെ ഈ ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ ഡീറ്റെയിൽ എന്ന് പറയുന്നതാണ് അവരുടെ നേറ്റീവ് ടോക്കൺ. നെറ്റ്വർക്ക് സെക്യൂർ ചെയ്യാനും ഗവേണൻസിനും റിവാർഡ് ഡിസ്ട്രിബ്യൂഷനും ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഇതിപ്പോൾ ഏർലി സ്റ്റേജ് പ്രൊജക്റ്റ് ആണ്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ പ്ലസ് AI പ്ലസ് വെബ്3 കമ്പൈൻ ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. എൻ്റെ ഒരു നിഗമനത്തിൽ ഞാൻ പറയുന്ന കാര്യമാണ്. സോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രം ഏതൊരു പ്രൊജക്റ്റിലും, പ്രത്യേകിച്ച് ഏർലി സ്റ്റേജ് പ്രൊജക്റ്റിൽ എൻ്റർ ആവുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴി സൈറ്റിലേക്ക് കയറുക. ദെൻ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇവിടെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യണം. ആസ് യൂഷ്വൽ മെറ്റാമാസ്ക്, OKX ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്ത് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം അവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ കാണാം. നിങ്ങൾ പ്രൊഫൈൽ എടുക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എഡിറ്റ് പ്രൊഫൈലിൻ്റെ ഓപ്ഷൻ കാണും. എഡിറ്റ് പ്രൊഫൈൽ കൊടുക്കുക. ദെൻ നിങ്ങൾ നിങ്ങളുടെ എബൌട്ടും അതേപോലെ തന്നെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇത് രണ്ടും നിങ്ങൾ ചെയ്യുക. നമ്മൾ ഈ മുമ്പത്തെ വീഡിയോസിലൊക്കെ സ്ഥിരം ഇത് പറയാറുള്ളത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടുന്നത്. സോ ഇത് ഇത്രയും ചെയ്തിട്ട് സേവ് ചേഞ്ചസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ കുറേ ടാസ്കുകൾ കാണാം. ഈ ഒരു ടാസ്കുകളെല്ലാം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. സിമ്പിളാണ്. ജസ്റ്റ് അവരുടെ ട്വിറ്റർ പോസ്റ്റിൽ എൻഗേജ് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, ലൈക്ക് റീട്വീറ്റ് ഒക്കെ ചെയ്യുക. ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ടാസ്കുകളായിരിക്കും. അതെല്ലാം നിങ്ങൾ ചെയ്യുക. ദെൻ ആ ഒരു കമൻറ്റ് ചെയ്തതിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ഇടുന്ന പോസ്റ്റിൻ്റെ ആ ഒരു ലിങ്ക് കൂടെ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. സോ അതൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് ആ ഒരു പോയിന്റ്സ് ക്ലെയിം ചെയ്തിട്ട് തന്നാൽ മതി. ഓക്കെ, ആൻഡ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡെയിലി ചെക്കിനുണ്ട്. അത് നിങ്ങൾ മറക്കാതെ ചെയ്യുക. ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ നിങ്ങൾ മറക്കരുത്, മിസ് ചെയ്യാതെ ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ഡെയിലി ടാസ്കിൽ പെട്ട ഒന്നാണ് അവരെ കുറിച്ചിട്ടുള്ള പോസ്റ്റ് ഡെയിലി നിങ്ങൾ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ടിൽ നിങ്ങൾ അവരെ കുറിച്ചിട്ട് ഒരു പോസ്റ്റ് തയ്യാറാക്കി ഇടണം.
ആൻഡ് അത് ഒരു ഡെയിലി ടാസ്ക് ആണ്. സോ ഇത് രണ്ടും നിങ്ങൾ ഡെയിലി ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, പിന്നുള്ളത് കമ്മ്യൂണിറ്റി ടാസ്ക് ആണ്. സോ ആ ഒരു ടാസ്കുകളെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ജസ്റ്റ് അവരുടെ ടെലഗ്രാമിലും ഡിസ്കോഡിലൊക്കെ ജോയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെല്ലാം നിങ്ങൾ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് വിടുക. ഓക്കെ, ഇനി ഇവരുടെ ഡിമീറ്റ് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഡിമീറ്റിന്റെ സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ അതുവഴി കയറുക. ദെൻ ഇവിടെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യണം. സോ സെയിം വാലറ്റ് വേണം കണക്ട് ചെയ്യാനായിട്ട്. നമ്മൾ എയർ ഡ്രോപ്പ് സൈറ്റിൽ കണക്ട് ചെയ്ത് അതേ വാലറ്റ് വേണം ഇവിടെയും കണക്ട് ചെയ്യാനായിട്ട്. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദെൻ നമുക്കിവിടെ ആദ്യം റൂം ക്രിയേറ്റ് ചെയ്യണം. സോ ക്രിയേറ്റ് എ റൂമാണ്, അതായത് ഒന്നുമില്ല, നമ്മുടെ ഗൂഗിൾ മീറ്റ് പോലെയൊക്കെ തന്നെയാണ്. ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ കൊളീഗ്സുമായിട്ടൊക്കെ ജസ്റ്റ് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് പോയിന്റ്സ് ഏൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി മുതൽ ഗൂഗിൾ മീറ്റും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ വീഡിയോ കോൾസ് ത്രൂ ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ഇത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ അപ്പോൾ നിങ്ങൾക്ക് പോയിന്റ്സ് നേടാം ആൻഡ് നിങ്ങളുടെ മീറ്റിംഗ്സും നടക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ജസ്റ്റ് നിങ്ങളുടെ പേര് കൊടുക്കുക, ഒരു നെയിം എൻ്റർ ചെയ്യുക, ദെൻ നിങ്ങൾ റൂം ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് തന്നെ ഇവരെ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യണം. ദെൻ അതേപോലെ തന്നെ അവരുടെ റോള് നമ്മൾ ക്ലെയിം ചെയ്യണം. സോ നമ്മൾ ഓൾറെഡി എയർ ഡ്രോപ്പിൻ്റെ സൈറ്റിൽ ടാസ്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കോഡിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് നിങ്ങൾ ഡിസ്കോഡിൽ കയറിയാൽ മാത്രം മതി. ദെൻ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ തന്നിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾ കയറുവാണെങ്കിൽ ഡയറക്റ്റ് എബൌട്ട് ഡിമീറ്റ് എന്ന് പറഞ്ഞ ചാനലിലേക്കായിരിക്കും നിങ്ങൾ വരിക. അതല്ല എങ്കിൽ ഡിസ്കോഡ് എടുത്തിട്ട് എബൌട്ട് ഡിമീറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ചാനലിലേക്ക് വരിക. ദെൻ നിങ്ങളവിടെ ഡിമീറ്റ് എന്ന് പറഞ്ഞൊരു യൂസർ ബട്ടൺ അവിടെ കാണും, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് ഡിമീറ്റ് എന്ന് പറഞ്ഞ യൂസർ റോള് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് അവിടെ അത് ക്ലെയിം ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാനായിട്ട്. സോ ഫസ്റ്റ് എയർ ഡ്രോപ്പ് സൈറ്റിൽ അവരുടെ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ ഡിമീറ്റ് യൂസ് ചെയ്യണം. ദെൻ ഡിസ്കോഡിൽ റോള് ക്ലെയിം ചെയ്യണം. ഇത്രയും മാത്രമേ ഉള്ളൂ നിലവിൽ. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മ ലൈക്ക് എൻ്റെ വോയിസിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക. ഞാൻ അത് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്. ഓക്കെ, എനിവേ ഡി ടെലികോം എന്ന് പറഞ്ഞ ഈ ഒരു എയർ ഡ്രോപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ വരെ ബൈ ഗൈസ്.